ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തുപിതാവായിരുന്നു നസ്രത്തിലെ തച്ചനായ ജോസഫ് എന്ന കാര്യം ഏവർക്കും അറിയാം. സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനെ ലോകരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തിരുസുതനെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്ക് തന്നെയാണ് ദൈവം അയച്ചത്. അങ്ങനെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് യേശുവിൻ്റെ വളർത്തുപിതാവായത്. പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈശോയുടെ ജീവിതത്തിൽ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തണൽ വിരിച്ചു നിൽക്കുകയും ചെയ്തു. ഏതൊരു അപ്പനും മകനെ വളർത്തുന്നതിനേക്കാൾ അങ്ങേയറ്റം ഭക്തിയോടും സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈശോയെ വളർത്തിയത്. എങ്കിലും നമുക്കൊരു സംശയം തോന്നിയേക്കാം, ശിശുവായിരുന്നപ്പോൾ യേശു എന്താകും ആദ്യമായി വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് സംസാരിച്ചിട്ടുണ്ടാവുക? 17-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന മിസ്റ്റിക് ധന്യ അഗ്രതയിലെ മേരിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഈശോ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ അപ്പ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് ലോകത്തിൻ്റെ പ്രകാശമാകാനും പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അതിനെ വീണ്ടെടുക്കാനും എൻ്റെ ആടുകളെ ഒരു നല്ല ഇടയനായി തേടാനും അറിയാനും നിത്യജീവനായി മേച്ചിൽപ്പുറവും ഭക്ഷണവും നൽകാനും അവിടെ എത്താനുള്ള വഴി പഠിപ്പിക്കാനും അവരുടെ പാപങ്ങൾ കാരണം അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കാനുമാണ്. അതിനാൽ നിങ്ങൾ രണ്ടുപേരും പ്രകാശത്തിൻ്റെ മക്കളായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം അത് നിങ്ങൾക്ക് വളരെ അടുത്താണ്. ഉണ്ണീശോയുടെ ഈ വാക്കുകൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തിൽ അത്യധികമായ സ്നേഹവും ആദരവും സന്തോഷവും നിറച്ചു. അദ്ദേഹം ശിശുവായ ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് നന്ദിയോടെ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ആദ്യം കേട്ട വാക്ക് അപ്പ എന്നാണ്. തുടർന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ് കണ്ണീരോടെ ഈശോയോട് അവിടുത്തെ ദിവ്യപ്രകാശം തൻ്റെ മേൽ പ്രകാശിപ്പിക്കണമെന്നും തന്നെ അവിടുത്തെ ഇച്ഛാശക്തിയുടെ പൂർത്തീകരണത്താൽ നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാധാരണ പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ വളരെ കൂടുതലായിട്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉണ്ണീശോയെ സ്നേഹിച്ചിരുന്നതെന്നും കാരണം യൗസേപ്പ് പിതാവിൽ കൃപ മറ്റുള്ളവരിലേതിനേക്കാൾ കൂടുതലായിരുന്നുവെന്നും ധന്യ മേരി പറയുന്നു. നിരവധിയായ സ്വകാര്യ വെളിപാടുകൾ ലഭിച്ച ഈ ധന്യയ്ക്ക് ബൈലൊക്കേഷൻ പോലുള്ള അത്ഭുത സിദ്ധികളും ഉണ്ടായിരുന്നു. ഈശോ പോലും എത്രയോ ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് സംസാരിച്ചിരുന്നതെന്ന് ഇവിടെ വ്യക്തമാകുന്നു. അങ്ങനെയെങ്കിൽ കേവലം മനുഷ്യരായ നമ്മൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ എത്രയോ അധികമായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടവരാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ ആചരിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് നമുക്ക് കൂടുതൽ വണക്കമുള്ളവരായിരിക്കാം. യൗസേപ്പ് പിതാവിൻ്റെ മുൻപിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.